ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്നൊരു ഫ്രൈഡേ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രൈഡേ ഉച്ചയ്ക്ക് ജുമാ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവരൊക്കെ അറിയുണ്ടാവും, ഫ്രൈഡേ ആണ് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം. അപ്പോൾ ഇന്ന് ഉമ്മാടെ വക ചിക്കൻ ചുക്ക ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആരും ചോദിക്കരുത്, കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാനിതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ എന്തെങ്കിലും മധുരത്തിന് കഴിക്കാമെന്നുള്ള രീതിയിൽ ഐസ്ക്രീം ഇരിക്കണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ ഫലൂദ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് സെറ്റാക്കിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ആദ്യം റൂഅഫ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റിനും പിന്നെ ഒരു കളറും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ സേമിയ ഉണ്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുള്ള തിക്കായിട്ടുള്ള സേമിയ ഉണ്ട്. അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫ്രൂട്ടായിട്ട് ആപ്പിൾ മാത്രമേ ഇരിക്കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാബുദാന കുക്ക് ചെയ്തത് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സ്, അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ആയിട്ട് ഞാൻ ബദാമും അതേപോലെ കാഷ്യാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വാനില ഐസ്ക്രീം ആയിരുന്നു, അത് മുകളിൽ ഇട്ട് കൊടുത്ത് എഗെയിൻ കുറച്ച് ഡേറ്റ്സും നട്ട്സൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഅഫ്സ് അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫലൂദയാണ്. ഇങ്ങനെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സും സാധനങ്ങളൊന്നും വേണമെന്നില്ല, ഉള്ളത് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ സെറ്റാക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫലൂദൊക്കെ കഴിച്ച് യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കഴിക്കണുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പേളി മണിയുടെ യൂട്യൂബ് ചാനലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ കണ്ട പർച്ചേസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. റൂവ ബേബി പിന്നെ ആ ട്രോളി കണ്ടു കഴിഞ്ഞാൽ വേഗം അതിലിരുത്തി കൊടുത്തതിന് ആൾ ഹാപ്പി ആവൂട്ടാ. അപ്പോൾ അതേ അതിലിരുന്നിട്ട് ഇങ്ങനെ ഉന്തുന്നുണ്ട് റുവാനെ. പിന്നെ അയിൻ ബേബീനെയാണ് പിന്നെ നമ്മൾ എടുത്ത് നടക്കേണ്ടത്. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് എടുത്ത് നടക്കുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്ട്രോളർ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് സെറ്റാക്കണം. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് വാങ്ങാൻ പോവാണ്. നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. എത്ര ലിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ പർച്ചേസിങ്ങിന് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ അതൊക്കെ വാങ്ങിക്കും. അതേപോലെ നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റുവാക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ എടുക്കുന്ന സമയത്ത് അവൾക്ക് അത് എടുത്തിട്ട് കവറിലിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ അത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. മാങ്ങക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. നാട്ടിലൊക്കെ ഉള്ളവർ ഇപ്പോൾ ഫുൾ മാങ്ങ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കലാണ് കേട്ടോ. റീൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും നമ്മൾ വീട്ടിലേക്ക് ഫോൺ ചെയ്താലൊക്കെ അവർ ഫുൾ മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പൂതിക്ക് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റുവ ബേബിക്ക് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ. അവൾക്ക് ഇതുവരെയും കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഓരോന്ന് പരീക്ഷിച്ച് നോക്കണല്ലോ, അങ്ങനെ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ ദോശമാവ് വാങ്ങലുണ്ട് കേട്ടോ, വീട്ടിലുണ്ടാക്കലില്ല, വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. പിന്നെ തേങ്ങ ഇങ്ങനെ വാങ്ങിച്ച് ഒരു തേങ്ങക്ക് 2 ദിറംസ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ സാധാരണ വെജിറ്റബിൾസ് വാങ്ങുക, അങ്ങനെ വെജിറ്റബിൾസിൻ്റെ തന്നെ ഷോപ്പില്ല, അവിടെ പോയിട്ട് ജസ്റ്റ് സാമ്പാർ കഷ്ണങ്ങൾ വാങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ പല ഐറ്റംസ് ഉണ്ടാക്കലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞ ഷോപ്പിങ്ങിലും നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ട, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ, ചെറിയ റേറ്റിനൊന്നും കിട്ടാനില്ല. ഇപ്പോൾ ഈ ഒരു അൽസഫാൻ എന്നിട്ടുള്ള ഇതിൻ്റെ മുട്ടക്കാണ് ഒരു കുറവ് കണ്ടത്, 15 സംതിങ്. അപ്പോൾ നമ്മൾ അതെടുത്ത് പിന്നെ ഇത് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവർ ഈ ഫിഷിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ ഈ ഒരു നെയ്മീൻ പാര എന്ന് പറഞ്ഞിട്ടുള്ള മീൻ കണ്ടപ്പോൾ പറഞ്ഞ ഇക്കോൻ്റെ ഓഫീസിലേക്ക് ഇക്കോൻ്റെ ഒരു കൊളീഗ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കറിയായിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫിഷ് ഫ്രൈ ആയിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അവിടെ ഫിഷ് വാങ്ങിക്കുന്ന ടൈമിൽ ഞാൻ വന്നിട്ട് ഞങ്ങൾക്ക് കുടിക്കാനുള്ളതും അതുപോലെ റുവ ബേബിക്ക് കുടിക്കാനുള്ളതും ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്.
റുവാക്ക് മിക്കപ്പോഴും ഈ മെൽക്കോടെ ജ്യൂസാണ് എടുക്കല്. അപ്പം അങ്ങനെ എടുത്ത് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് റുവ ബേബിക്ക് ജസ്റ്റ് ഒരു ക്രീം ബണ്ണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈര് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേസ്റ്റ് കവറ് ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അയിൻ ബേബി ഇതേ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അയിൻ ബേബിനെ എടുത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നമ്മളൊരു ടൈം വാങ്ങിച്ചപ്പോൾ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട് വീട്ടിൽ. അത് റുവാക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും. മറ്റേ തിരാമിസൊക്കെ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റില്ലേ, അതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം എടുത്തത്. അപ്പോൾ പിന്നെ അടുത്തവിടെ ഡയറി മിൽക്ക് കണ്ടപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ ബില്ലിങ് ചെയ്യണ സമയത്ത് റുവ ഇവിടെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഇരിക്കുന്ന സെക്ഷൻ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കണ്ട. ഗാലക്സി തന്നെയാണ് അവൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതേ നമ്മളെ ട്രോളിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇക്കുവിന് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഉള്ള ഗാലക്സി ഏകദേശം അവൾ തീർക്കണ വരെയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫൈനലി അവൾക്ക് നമ്മളെ കയ്യിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കയ്യിൽ കൊടുത്തപ്പോൾ ആൾ ഹാപ്പി. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഡാൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ റുക്കൻ അൽ ഫലാഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ വന്ന് രാത്രിക്കലത്തെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ച് അവിടെ അടുത്ത് തന്നെയാണ് കോർണിഷ് ഉള്ളത്, അപ്പോൾ കോർണിഷിൽ പോയിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ കോർണിഷിലേക്ക് പോവാണ്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറ്റ് ഉണ്ട്, അപ്പോൾ അത് വിരിച്ചിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലൈറ്റൊക്കെ ഉള്ള സ്പേസ് കാണുമ്പോൾ അവിടെ നിർത്താന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും മിക്കുവിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. ഫലാഫിലിൻ്റെ നല്ല അടിപൊളി ഫലാഫിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു 4 ടൈപ്പ് ഫലാഫിൽ സാൻഡ്വിച്ചും പിന്നെ 2 ടൈപ്പ് ഫലാഫിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് ഒക്കെ സെറ്റാക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് തോന്നുന്നു കേട്ടോ. വെറൈറ്റി ഇഫ്നുവിൻ്റെ ആൾ വന്നേക്കണം പൂച്ച സാർ ഓടിക്കാൻ വരില്ല. പൂച്ചനാണ്ട് പേടിച്ചിട്ട് ഇഫ്നു ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ ലിവർ ഇട്ടാ ലിവർ ട്രൈ ചെയ്യണ്ട. എങ്ങനെയുണ്ട്? ഫ്രൈ ആണെന്നാലും രസമുണ്ട്. ഇത് നോർമൽ അവരെ സ്പെഷ്യൽ അല്ല, ഇതാണ് മിക്സ് കേട്ടോ. മിക്സാ മിക്സ് ഇതിൻ്റെ ബ്രെഡാണ് മെയിൻ. ബ്രെഡ് വേറെ ടൈപ്പ് ബ്രെഡാണ്. ചീസ് ചീസ് നമ്മൾ ഉദ്ദേശിച്ച ചീസാവില്ലേ, മറ്റേ ചീസ് ആയിരിക്കും. ഞാൻ ചീസിലാണ് ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ.
ഏതാ ഇഷ്ടമായി? ചീസ് ഏതാ? എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ആ ഇതൊരു പുളിയും ഇതൊക്കെ ആയിട്ടാണ് ഈ ആ ഇത് വേറൊരു ടേസ്റ്റ്. നീ ഇത് പൊട്ടിച്ച് കാണിച്ചു കൊടുക്ക്. ഇത് രണ്ട് വേറെ വേറെ. ആ വേറെ വേറെ. ഓ മൈ ഗോഡ്, ഫില്ലിംഗ് ഒക്കെ ഉള്ളതാ. ട്രൈ ചെയ്തേ. സ്പൈസിയാ? നല്ല ക്രിസ്പി ഉണ്ട്, കുറച്ച് സ്പൈസി പുളിയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സോസ്. ഇത് ട്രൈ ചെയ്യണ്ട. കഴിച്ചോ. ഏത് ഫലാഫില നെയ്മ ഇതാ ഫലാഫില് രസണ്ടാ? വെറുതെ ഇങ്ങനെ ഇത് നോക്ക്. പരിപ്പോടൊക്കെ തിന്നണം അത് വെറുതെ. സ്പൈസി. ഇത് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.